Meet the editors. ഉണ്ണിമലക്ഷൻ, നാളത്തെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാണ്, കോൺഗ്രസിനും ഒരു പരിധിവരെ നിർണായകമാണ്. തലസ്ഥാനമില്ലാതെ രാജ്യം ഭരിക്കുന്നുവെന്ന പഴിയിൽ നിന്ന് BJPക്കും ഒരു മോചനം ആവശ്യമാണ്. 27 വർഷമായി BJP തലസ്ഥാന നഗരം ഭരിച്ചിട്ട്. ആം ആദ്മി പാർട്ടിയുടെ തുടർച്ച ഒരുതരം ബോധമുണ്ടാക്കി എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു. ഒന്നും രണ്ടും ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. നമ്മൾ കേരളത്തിൽ പിണറായി വിജയനെക്കുറിച്ച് പറയുന്നത് പോലെ സാഹചര്യം മുതലാക്കാൻ 3 പാർട്ടികളും മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കി പ്രചരണം കൊഴുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ വിഷയങ്ങളും വന്നു. ഇലക്ഷൻ കമ്മീഷനിലടക്കം പോരാട്ടം കനക്കുമോ? ഇക്കുറി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കനത്ത് തന്നെയാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് 2015-ലും 2020-ലും നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഏകപക്ഷീയമായിട്ടുണ്ടായിരുന്ന ആധിപത്യമുണ്ടല്ലോ, ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. 2015-ൽ ആകെയുള്ള 70 സീറ്റുകളിൽ 67 സീറ്റുകളും നേടിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. കേവലം 3 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. വാഷ് ഔട്ടായി കോൺഗ്രസ്. അപ്പോൾ എന്തൊരു ഭൂരിപക്ഷമാണത്! ശരിക്കും പറഞ്ഞാൽ 100% വിക്ടറി. ഒരു പാർട്ടിക്ക് സ്വപ്നം കാണാവുന്നതിനേക്കാൾ അപ്പുറത്തെ വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ 2015-ൽ ഡൽഹി ജനത ആം ആദ്മി പാർട്ടിക്ക് നൽകിയത്. അസംബ്ലി പോലും കൂടണ്ട, കാരണം പ്രതിപക്ഷത്തിലെ MLA-മാരൊന്നും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല. ആകെ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. 2020-ൽ നോക്കുമ്പോൾ വീണ്ടും ആകെയുള്ള 70 സീറ്റുകളിൽ 62 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരം ഉറപ്പിക്കുകയും തുടരുകയുമാണ് ആം ആദ്മി പാർട്ടി. അപ്പോഴും BJP ആണ് ആകെപ്പാടെ അവിടെ അക്കൗണ്ട് തുറന്നത്. 8 സീറ്റുകൾ BJPക്ക് കിട്ടി. കോൺഗ്രസ് പൂർണ്ണമായിട്ടും വാഷ് ഔട്ടായി. അപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്ന ആധിപത്യം യഥാർത്ഥത്തിൽ 2025-ൽ നാളെ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഇല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളുണ്ട് അതിനകത്ത്. ഇപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ ആം ആദ്മി പാർട്ടി വോട്ടർമാരുടെ ഒരു മനസ്സിലേക്ക് കടന്നു കയറിയത് അവർ പ്രഖ്യാപിച്ച ഒട്ടേറെ സൗജന്യങ്ങളിലൂടെയായിരുന്നു, അല്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ സൗജന്യ പദ്ധതികളുടെ ഒരു പ്രത്യേക അധ്യായം തുറക്കുന്നതിൽ ആം ആദ്മി പാർട്ടി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. 2022-ൽ നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, രേവടി പൊളിറ്റിക്സ് എന്നാണ് അതിന് പറയുക. രേവടി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, രേവടി എന്ന് പറയുന്നത് ഈ വടക്കേ ഇന്ത്യയിൽ ഉത്സവ ദിനങ്ങളിൽ കൊടുക്കുന്ന സ്വീറ്റാണ്, മധുരമാണ്. അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനകത്ത് ആം ആദ്മി പാർട്ടി വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിന് നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർ പ്രാവർത്തികവുമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനൊരു കണക്ക് നോക്കിയപ്പോഴത്തേക്കും ഡൽഹിയിൽ 47 ലക്ഷം വൈദ്യുതി കണക്ഷനാണുള്ളത്, ഹൗസ് ഹോൾഡ് കണക്ഷൻസ് 47 ലാക്ക്. ഈ 47 ലക്ഷം വൈദ്യുതി കണക്ഷനിൽ 30 ലക്ഷം ആളുകൾക്കും പൈസ കൊടുക്കണ്ട എന്നൊരു സാഹചര്യമാണുള്ളത്. 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആണ്. ഇനി 17 ലക്ഷം പേരാണ് ബാക്കി കൊടുക്കുന്നത്, ഈ എന്തെങ്കിലും പൈസ കൊടുക്കുന്നത്. അതിന് തന്നെ ഒരു ക്യാപ്പുണ്ട്, 800 രൂപയിൽ കൂടുതൽ കൊടുക്കുകയും വേണ്ട. അപ്പോൾ ഈ രീതിയിൽ വൈദ്യുതി ഡൽഹിയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ വൈദ്യുതി അവിടുത്തെ ഒരു വലിയ വിഷയമാണ്. വലിയ പൈസയാണ് ഈ വൈദ്യുതി ചാർജ് എന്ന് പറയുന്നത്. ഒന്നാമത് ഡൽഹി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ നിന്നും ഹരിയാനയിൽ നിന്നൊക്കെയാണ് വലിയ പൈസയ്ക്ക് ഈ പറയുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വൈദ്യുതി ചാർജാണ് അവർ ഈടാക്കിക്കൊണ്ടിരുന്നത്. ഒറ്റയടിക്കാണ് ഈ വൈദ്യുതി ചാർജ് ഇല്ലാതാകുന്നത് എന്നുള്ളത്. അവിടെ മാത്രമായിട്ട് അത് ചുരുങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോൾ മൊഹല്ല ക്ലിനിക്കുകൾ, അല്ലേ, വലിയ രീതിയിൽ സ്കൂളുകളിൽ ഈ പിന്നെ 2 കാര്യങ്ങളിൽ ഡൽഹി വലിയ കോസ്റ്റ്ലിയാണ്. ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും, 2 ചികിത്സയുടെ കാര്യത്തിലും. വിദ്യാഭ്യാസം വളരെ കോസ്റ്റ്ലിയാണ്. അവിടെയാണ് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ ക്ലിനിക്കുകൾ ഉണ്ടാക്കിയിട്ട് സൗജന്യമായി മരുന്ന് കൊടുക്കുന്ന സ്കീം ഉണ്ടാകുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ ആദ്യത്തെ 5 വർഷം വലിയ പെർഫോമൻസാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2020-ലേക്ക് വരുമ്പോൾ അവർക്ക് ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നത്. 5 വർഷത്തിന് ശേഷവും 62 സീറ്റിൽ വിജയിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയൊരു നേട്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഡൽഹിക്കാരുടെ ഒരു പാർട്ടിയായിട്ട് ആം ആദ്മി പാർട്ടി മാറിയിട്ടുണ്ട്. അവരുടെ ഒരു ഗുഡ് ബുക്കിൽ ആം ആദ്മി പാർട്ടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡൽഹിയുടെ ഒരു പാറ്റേൺ നോക്കിക്കേ. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ 26 വർഷം കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിൽ BJP അധികാരത്തിൽ വന്നിട്ട്. 1998-ൽ സാഹിബ് സിംഗ് വർമ്മ മുഖ്യമന്ത്രിയായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ അന്ന് ഡൽഹി വീണ്ടും പിടിക്കാൻ വേണ്ടി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന സുഷമാ സ്വരാജിനെയാണ് ഇറക്കുന്നത് കേന്ദ്ര സർക്കാർ. സുഷമാ സ്വരാജും ഷീലാ ദീക്ഷിതുമായിട്ടായിരുന്നു ഫൈറ്റ്. ആ ഫൈറ്റിൽ ഷീലാ ദീക്ഷിത് ജയിച്ചു വരുന്നു. പിന്നെ 15 വർഷം 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ചിരുന്നത് ഷീലാ ദീക്ഷിതാണ്. അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടി എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 11 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്ത് ഭരണം കിട്ടിയിട്ട് 25 വർഷം കഴിഞ്ഞിരിക്കുന്നു, 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്നായി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആധിപത്യമുള്ളൊരു സംസ്ഥാനമായിരുന്നു ഡൽഹി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ അവർ പൂർണ്ണമായും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. അവിടെ ലോക്സഭയിൽ ഒരു
ഒരു സീറ്റ് പോലും ഇല്ലല്ലോ കോൺഗ്രസിന്, നിയമസഭയിലും ഒരു സീറ്റ് പോലും ഇല്ല. അതേസമയം ഈ ഡൽഹിയുടെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നിയമസഭയിലേക്ക് അവർ ആം ആദ്മിയെ തിരഞ്ഞെടുക്കുന്നു, എന്നാൽ ലോക്സഭയിലേക്ക് അവർ പൂർണ്ണമായും BJPക്കൊപ്പം നിൽക്കുന്നു. അതെ, 2014 7 സീറ്റും ലോക്സഭയിൽ BJPക്ക് കിട്ടി, 2019 7 സീറ്റ് ലോക്സഭയിലേക്ക് കിട്ടി, 2024 അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലേക്ക് 7 സീറ്റുകളും BJP നേടിയെടുക്കുന്നു. എന്നാൽ വിധാൻസഭയിൽ ഈ സംസ്ഥാന അസംബ്ലിയിൽ അവർക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ്. ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നോക്കൂ, ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അവരുടെ വളർച്ച ചെറുതല്ല. 2022 അവർ പഞ്ചാബിൽ വിജയിച്ചു, അങ്ങനെ ഒരു സംസ്ഥാനം കൂടി അവർ ഭരണം പിടിച്ചെടുത്തു. ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സംസ്ഥാനമായ ഗുജറാത്തിൽ അവർക്ക് 13% വോട്ടും 5 MLA-മാരുമുണ്ട് അസംബ്ലിയിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡോഡായിൽ, അതായത് ജമ്മു കാശ്മീരിലെ ഡോഡായിൽ അവർക്കൊരു MLA കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. കെജ്രിവാൾ ഒരു ദേശീയ മുഖവുമായി മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും BJPയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ ഒരു ചെറിയ ശത്രുവല്ല, ആ പാർട്ടിയും ഒരു ചെറിയ ശത്രുവല്ല. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മോശപ്പെട്ട പെർഫോമൻസ് അല്ല BJPയുടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഡൽഹി നിയമസഭയായിട്ട് നോക്കുമ്പോൾ ഒരു 35-നും 39-നും ഇടയ്ക്ക് ശതമാനം വോട്ട് നിയമസഭയിലേക്ക് അവർ നേരുന്നുണ്ട്. അവരുടെ നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണെങ്കിൽ പോലും അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അത്ര മോശമല്ല. ഒരു 35% അടുപ്പിച്ച് വോട്ട് ബാങ്ക് നിയമസഭയിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ലോക്സഭയിൽ അവർക്ക് 57% കിട്ടുന്നുണ്ട്, 56% കിട്ടുന്നുണ്ട്, 55% കിട്ടുന്നുണ്ട്. പക്ഷേ നിയമസഭയിലേക്ക് അവർക്ക് ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുമാണ്. അവരുടെ ആവറേജ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 17, 18, 19% വോട്ടുകളിലാണ്. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിർണായകമാകുന്നതെന്ന് പറയാൻ കാരണം, വളരെ കനത്ത പോരാട്ടമാണെന്ന് പറയാൻ കാരണം, എല്ലാ പാർട്ടികളും മത്സരിച്ച് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. അല്ലേ, വലിയ സൗജന്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ചെറിയ കാര്യമല്ല. ഇപ്പോൾ 2100 രൂപയാണ് സ്ത്രീകൾക്ക് നൽകും പ്രതിമാസം എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJPയും കോൺഗ്രസും എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിയാമോ? 2500 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ആം ആദ്മി പാർട്ടി 10 ലക്ഷം രൂപ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, ലൈഫ് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, 10 lakh rupees-ന്റെ. അപ്പോൾ എന്താ ചെയ്തത് കോൺഗ്രസും BJP? എന്താ ചെയ്തത്? 25 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മേഖലയിലും. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ആര്? ആം ആദ്മി പാർട്ടി. അപ്പം എന്താ പറയുക, BJPയും കോൺഗ്രസും അതിനേക്കാൾ വലിയ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. തൊഴിലില്ലായ്മ വേതനമായിട്ട് കൊടുക്കാൻ പോകുന്നത് എത്രയാണെന്നറിയാമോ? കോൺഗ്രസോ BJPയോ വിജയിച്ചു വന്നാൽ ഡൽഹിയിൽ 8500 രൂപ. തൊഴിലില്ലാത്തൊരു യുവാവിന്, ഒരു യുവതിക്ക് 8500 രൂപ കിട്ടും. ഈ രീതിയിൽ വലിയ ഫ്രീ ബീസാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർക്ക് സംശയമൊന്നുമില്ല, വോട്ടർമാർക്ക് സംശയമൊന്നുമില്ല. ഇവരിപ്പോൾ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ആം ആദ്മി പാർട്ടിയുടെ വരവിന് ശേഷം ഉണ്ടല്ലോ, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും BJP നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം മധ്യപ്രദേശിൽ നടപ്പാക്കുന്നില്ലേ, രാജസ്ഥാനിൽ നടപ്പാക്കുന്നില്ലേ, ഛത്തീസ്ഗഡിൽ നടപ്പാക്കുന്നില്ലേ, അതുപോലെ കർണാടകയിൽ അവർ നടപ്പാക്കിയിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഈ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അത് വോട്ട് തട്ടിയെടുത്തതിന് ശേഷം അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഇതൊന്നും നടപ്പാക്കാതിരിക്കാമെന്ന് കഴിയുകയില്ല. കാരണം വെച്ചാൽ അതൊക്കെ നടപ്പാക്കി കാണിച്ചിരിക്കുന്നു, ഇനി വരുന്നവർക്ക് അത് നടപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചോയ്സായി. ഇനിയിപ്പോൾ സൗജന്യങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേരിടുന്നതായിട്ട് 6 കാര്യങ്ങളെയാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് ഞാനത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ആൻറ്റി ഇൻകംബൻസിയാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അധികാരത്തിലിരിക്കുന്നതായിട്ടൊരു ബോർഡമുണ്ട്. ആ ബോർഡത്തിൻ്റെ ഒരു പ്രശ്നം ആം ആദ്മി പാർട്ടി അഭിമുഖീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് എക്സൈസ് പോളിസിയാണ്. എക്സൈസ് പോളിസി ഒരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ടെന്നേ ഡൽഹി വോട്ടർമാർക്കിടയിൽ. ഇപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ചു വന്ന വലിയ ഫൈറ്റായിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ നടത്തിയത്, ജയിലിൽ കിടന്നുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ലല്ലോ. ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്? കാരണം ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്, ഇനി ഞാൻ ആ പോസ്റ്റിലിരിക്കാൻ അർഹനല്ല, അതുകൊണ്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വന്നിട്ടാകാം തീരുമാനം എന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ കാര്യം ജനങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സംശയം ഇപ്പോഴും നിൽക്കുന്നു എന്ന് മാത്രവുമല്ല, അത് വലിയ രീതിയിൽ പ്രചാരണായുധമാക്കാനായിട്ട് BJPക്കും കോൺഗ്രസിന് വളരെ അധികവും കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സാണ് ഇപ്രാവശ്യം ഏറ്റവും അക്രമോത്സുകമായിട്ട് ഈ എക്സൈസ് പോളിസിയുടെ വിഷയം ഉന്നയിക്കുന്നതെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കേട്ടോ, ഇന്ന് പോലും നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ ഈ പറയുന്ന ചീഫ് മിനിസ്റ്ററുടെ ബംഗ്ലാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബംഗ്ലാവ് അല്ലേ, കണ്ണാടി മാളിക, ഷീഷ മഹൽ എന്ന് പറയുന്നത് അതും ഒരു വിഷയമാണെന്ന് അവിടുത്തെ. അവരിപ്പം അവസാനം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CN രജി റിപ്പോർട്ട് വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് 75 കോടിയുടെ പണിയാണ് ആ വീട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതൊക്കെ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോക്കൂ, അത്ഭുതകരമായിട്ടുള്ള കാര്യം ഇൻകം ടാക്സിൻ്റെ ഇളവ് പ്രഖ്യാപനമാണ്. ചെറിയൊരു കാര്യമാണത്. അതായത് 12 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് നികുതി കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ 67% ആളുകളെയും മിഡിൽ ക്ലാസ് ആളുകളാണ് കേട്ടോ ഈ ഡൽഹിയിലുള്ളത്. അതിൽ തന്നെ നല്ലൊരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആവശ്യം എത്രയായിരുന്നു അറിയാമോ? 10 ലക്ഷം രൂപയാണ്.
10 ലക്ഷം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഇളവ് കൊടുക്കണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത്. BJP കൊടുത്തത് എത്രയാ? 12 ലക്ഷം രൂപയുടെ നികുതി ഇളവാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഇഫക്റ്റ് അല്ല അതുണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് മൂന്നാമത്തെ ഫാക്ടർ. നാലാമത്തെ ഫാക്ടർ വളരെ പ്രധാനമാണ്, മുസ്ലിം വോട്ട്. മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് 13% ഡൽഹിയിൽ മുസ്ലിങ്ങളാണ്. 13% വോട്ടുണ്ട്. ഈ 13% വോട്ട് 2015-ലും 2020-ലും ആർക്കാ പോയത്? ആം ആദ്മിക്കാ പോയത്. അതിൻ്റെ കാര്യം എന്താ? അവിടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലായിരുന്നു ഫൈറ്റ്. കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് BJP വിജയിക്കരുത് എന്ന് വിചാരിച്ചിരുന്ന ഈ പറയുന്ന മുസ്ലിം വിഭാഗം എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്ത് കൊടുത്തത് ആം ആദ്മി പാർട്ടിക്കാണ്. 13% എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പെർസെൻറ്റേജ് ഓഫ് വോട്ടാണ്. അത് ഇപ്രാവശ്യം ആം ആദ്മി പാർട്ടിക്ക് കിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച നിശബ്ദത, അതേപോലെ വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ കലാപത്തിൻ്റെ സമയത്ത് പുലർത്തിയിട്ടുള്ള നിശബ്ദത, ഈ വിഷയങ്ങളെല്ലാം അവർക്ക് മൈനോറിറ്റിയോടുള്ള സമീപനത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവരിപ്പോൾ കാണുന്ന ആം ആദ്മി പാർട്ടിയെ BJPയുടെ ഒരു സെക്കൻഡ് ഫിഡിലായിട്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മുസ്ലിം വോട്ട് മാറുന്നു. അതിപ്രാവശ്യം കോൺഗ്രസിലേക്കാണ് പോകാൻ സാധ്യത. BJPക്ക് കിട്ടില്ല, കോൺഗ്രസിലേക്കാണ് പോകാൻ സാധ്യത. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? അവിടെ ആ വോട്ട് ബാങ്ക് സ്പ്ലിറ്റ് ആവുകയാണ് സംഭവിക്കുക. ഇതാണ് നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഏറ്റവും അവസാനം അരവിന്ദ് കെജ്രിവാൾ നടത്തിയ പ്രസ്താവനയാണ് യമുനയിലെ വിഷം എന്ന് പറയുന്നത്. യമുനയിലെ വിഷം എങ്ങനെയാണ് പ്രശ്നമാകുക? യമുനയിലെ വിഷം എന്ന് ഉദ്ദേശിച്ചത് അതിഷിയാണ് അത് ആദ്യം പറയുന്നത്. അതിഷി പറയുമ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പറയുന്ന ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന യമുന നദിയിലെ വെള്ളം എന്ന് പറയുന്നതിനകത്ത് അമോണിയ കലക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അമോണിയയുടെ കണ്ടന്റ് കൂടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് പക്ഷേ വിഷം കലക്കി ഹരിയാനക്കാർ ഇങ്ങോട്ടേക്ക് വെള്ളം തരുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഡൽഹിയുടെ ബോർഡർ സ്റ്റേറ്റാണ് ഹരിയാന. ഈ ഹരിയാനയിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഡൽഹിയിലുണ്ട്. അപ്പോൾ അവർ ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയാണല്ലോ നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് ഇതിന് മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളും അതിഷിയും എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ഒരു കേസുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രവുമല്ല, ഈ നമ്മുടെ ഈ ഡൽഹിയിലെ വോട്ട് ബാങ്കിൽ വലിയൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് OBC വോട്ട് ബാങ്കാണ്. ആ OBC വോട്ട് ബാങ്കിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ജാട്ടുകളാണ്. ആ ജാട്ടുകൾ കൂടുതലായിട്ട് വരുന്നത് ഹരിയാനയിൽ നിന്നാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ റീസൺ എന്ന് പറയുന്നത് 8 MLA-മാരല്ലേ രാജിവെച്ച് പ്രാവശ്യം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ 8 MLA-മാരുടെ 8 മണ്ഡലങ്ങളിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയമല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചെന്ന് മാത്രവുമല്ല, നെഗറ്റീവായ ഘടകങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. ആകപ്പാടെ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു പ്രത്യാശ നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണെന്നറിയാമോ? അത് കെജ്രിവാൾ എന്നുള്ള ഘടകമാണ്. കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട മൂവാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പോലെ ഒരു വോട്ട് വിന്നറാണ് കെജ്രിവാൾ, ഒരു സംശയവും വേണ്ട. അതാണ് ഏറ്റവും പ്രധാനം. അപ്പുറത്ത് BJPക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അങ്ങനെ ഒരു മുഖത്ത് ഉയർത്തി കാണിക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് അവിടെ. അതായത് കഴിഞ്ഞ ഡിസംബർ 19 അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ, വലിയ പെടലാണ് BJP അന്ന് പെട്ടത്. ഏതാ? അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നാമം ജപിച്ചൂടെ എന്ന് ചോദിച്ചല്ലോ. ഈ അംബേദ്കർ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായ ദിവസം, അടുത്ത ദിവസം എന്താ ചെയ്തതെന്നറിയാവോ? അരവിന്ദ് കെജ്രിവാളും അതിഷിയൊക്കെ കൂടെ ഒരു പ്ലക്കാർഡുമായിട്ട് നേരെ സ്റ്റേറ്റ് ഓഫീസിലേക്ക് പോയി BJPയുടെ. എന്നിട്ട് അവിടെ ധർണയിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? 37% വോട്ട് എന്ന് പറയുന്നത് OBC വോട്ടാണ്. പിന്നെ ഒരു 16% ദളിത് വോട്ടുമുണ്ട്. അപ്പോൾ വലിയൊരു ഭൂരിപക്ഷം വോട്ടെന്ന് പറയുന്ന അവിടുത്തത് ഈ പറയുന്ന ദളിത് പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ വോട്ടാണ്. അവിടെ അംബേദ്കറിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പ്രചരണം നടത്താനായിട്ട് പിന്നെ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു AI വീഡിയോ ഇറക്കിയിട്ടുണ്ട്, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അതായത് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അംബേദ്കർ ഈ പറയുന്ന ആരെ അനുഗ്രഹിക്കുന്നു? കെജ്രിവാളിനെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ നേരിടാൻ എനിക്ക് ശക്തി തരൂ എന്ന് പിന്നെ അംബേദ്കറോട് ഇയാൾ പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അംബേദ്കർ വിഷയം ഉയർത്തിക്കൊണ്ട് കെജ്രിവാൾ എന്നൊരു ഒരു പ്ലാങ്കും പിന്നെ അവരുടെ സൗജന്യ വാഗ്ദാനങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇതൊരു ട്രയാങ്കുലർ ഫൈറ്റാണ്. ഈ ട്രയാങ്കുലർ ഫൈറ്റിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ BJP ഈസ് ഗോയിങ് ടു പെർഫോം. ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിനകത്ത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 8 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു 35% വോട്ട് അവർക്കുണ്ടായിട്ടുണ്ട്. 50-ന് മേളിലാണ് ആർക്ക് 50% മേളിലാണ് ആർക്ക് വോട്ട്? ആം ആദ്മി പാർട്ടിക്ക് വോട്ട്. 15% ഡിഫറൻസ് ഉണ്ട്. ഈ 15% ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ആം ആദ്മി പാർട്ടിക്ക്. ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിനകത്ത് കെജ്രിവാൾ പോലും ക്ലെയിം ചെയ്യുന്നത് അപ് ടു 55 സീറ്റ്സ് എന്നാണ്. 55 സീറ്റ് വരെ നമ്മൾ വിജയിച്ചു വരും എന്നാണ്. 62 സീറ്റാണ് നിലവിലുള്ളത്, 55 വരെ വിജയിച്ചു വരും എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് കേവല ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് കിട്ടും എന്ന് തന്നെയാണ്. ഒരു 36 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്, 70 സീറ്റാണ് നിയമസഭയിലുള്ളത്. ഒരു 40-42 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് വിജയിച്ചു വരാം. BJP ഈസ് ഗോയിങ് ടു പെർഫോം. ഒരു 30-32 സീറ്റ് വരെയൊക്കെ അവരും പിന്നെ മുന്നോട്ട് വരാം. എന്തായാലും കോൺഗ്രസ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ദേ വിൽ ഇംപ്രൂവ് ദെയർ വോട്ട് പെർസെൻറ്റേജ്. അതൊരു 20-21-22% ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിക്കാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ ബിഗ് മെജോറിറ്റി.
കഴിഞ്ഞ പ്രാവശ്യങ്ങൾ സംഭവിച്ചതുപോലൊന്നും ആവർത്തിക്കില്ല. ഒരു തിൻ മെജോറിറ്റിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഊഴത്തിനുള്ള ശ്രമത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ. ഒട്ടേറെ പുതിയ ഫ്രീബീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് BJPയും കോൺഗ്രസും ആവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരുപടി കൂടി മുകളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആൻറ്റി ഇൻകുംബൻസി ആം ആദ്മി പാർട്ടിയും ഭയക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ കേജ്രിവാൾ തന്നെ പലരോടും പറഞ്ഞിട്ടുള്ളത് ഒരു റഫറൻഡമാണ്, വിശ്വാസ വോട്ടെടുപ്പാണ്. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ തിരികെ ജയിലിലേക്ക് പോകുന്നു എന്ന് പലരോടും പ്രവർത്തകരോട് തന്നെ അദ്ദേഹം ആ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അവസാനവട്ട ശ്രമം എന്ന നിലയ്ക്ക് അത്ര ആത്മാർത്ഥമായി ആ പ്രചാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJPക്ക് വേണ്ടി നരേന്ദ്രമോദിയാണ്, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി കേജ്രിവാളാണ്, കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചും ഒരു നേട്ടമുണ്ടാക്കുക എന്നുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമാണ് ഡൽഹി പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അഭിമാന പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഡൽഹിയിൽ യഥാർത്ഥത്തിൽ BJP വളരെ നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. 5 വർഷം മുൻപ് തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഒരു ദേശീയ പാർട്ടിയാകാൻ ആഗ്രഹിച്ചത് മുതൽ തന്നെ അതിൻ്റെ ചിറകരിയാനുള്ള ശ്രമങ്ങൾ, ആ പാർട്ടിയുടെ ചിറകരിയാനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട്. അത് മദ്യനയ അഴിമതി കേസായി വന്നു. വിവിധ തരത്തിൽ അവിടെ ഭരണത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വന്നു. ഇപ്പോൾ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ജയിലടച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ന് പോലും അതിഷിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ കേസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭരിക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ, കെട്ടിയിടുന്ന രീതിയിലാണ് കേന്ദ്രം എല്ലാ തരത്തിലും ആം ആദ്മി പാർട്ടി സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടി ഭരിക്കുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടി പറഞ്ഞ പോലെ സൗജന്യങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അവരുടെ പ്രകടന പത്രികയിൽ പറയുക മാത്രമല്ല, അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരെ സഹായിച്ചത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പ്രചാരണത്തിനിറങ്ങിയ കേജ്രിവാൾ ഒരു വലിയ പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ നേതാവ് അല്ലെങ്കിൽ BJPയാൽ ആക്രമിക്കപ്പെട്ട, കേന്ദ്ര സർക്കാരിനാൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് എന്നുള്ളൊരു പിന്തുണ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പിന്തുണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. പിന്നെ വേണമെങ്കിൽ പറയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേറെ രീതിയിൽ ഡൽഹി വിധി എഴുതുന്നു, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിനൊപ്പം നിൽക്കുന്നു. ഇതൊരു തുടർച്ചയാണ് എന്ന രൂപത്തിൽ വിലയിരുത്താമെങ്കിലും ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ BJP അവിടെ നടപ്പാക്കുന്നുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ BJP വളരെ ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട്. പ്രചാരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരെ അവിടെ വിന്യസിപ്പിച്ചുകൊണ്ട് വളരെ മുൻപ് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആപ്പിന് സ്വാധീനമുള്ള മേഖലയിൽ കടന്നു ചെന്നുകൊണ്ട് ബൂത്ത് തല പ്രവർത്തനം നടത്തുക എന്ന രൂപത്തിലേക്ക് തന്നെ BJP പ്രവർത്തനം കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ തന്നെയും പിന്നെ ഓരോ ആരോപണങ്ങളായി ഉന്നയിക്കപ്പോൾ അഴിമതി ആരോപണം വ്യക്തിപരമായി തന്നെ, ഇപ്പോൾ പാർട്ടിക്കെതിരായ ആരോപണം എന്നതിലപ്പുറം വ്യക്തിപരമായി തന്നെ മുഖ്യമന്ത്രിയുടെ വസതി മൂടി പിടിപ്പിച്ചു എന്നുള്ളത്, ശീഷ് മഹൽ എന്നുള്ള ആരോപണം അവിടെ ഉന്നയിക്കപ്പെടുന്നു. ഇന്ന് പോലും പാർലമെന്റിനകത്ത് മോദി അതിൽ ആപ്പിനെതിരെയുള്ള വാദങ്ങളിലാണ് ഊന്നിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നൊരു ഉദ്ദേശം BJPയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ ഏത് രൂപത്തിൽ വന്നു, കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു നേട്ടമാവുന്നു. പക്ഷേ BJP ഡൽഹി പിടിക്കാൻ വരുന്നു എന്നുള്ള ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയിൽ അല്ലെങ്കിൽ BJP വിരുദ്ധ നിലപാടെടുക്കേണ്ട ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചത് എന്നൊരു വിഷയം. കോൺഗ്രസിന് അവിടെ മത്സരിക്കാം, ഉറപ്പായിട്ടും ആപ്പിനെതിരെ മത്സരിക്കാം. പക്ഷേ എന്താണ് പ്രചാരണത്തിൽ പറയുന്നത് എന്നൊരു വിഷയമുണ്ട്. പ്രചാരണത്തിൽ എന്താണോ BJP എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തു പറഞ്ഞിട്ടാണോ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് പിടിപ്പിച്ചത്, അപ്പോൾ അതേ വിഷയം തന്നെ കോൺഗ്രസ്സാണ് മുമ്പ് ഉന്നയിച്ചെങ്കിൽ കൂടി അതേ വിഷയം തന്നെ പിന്നീട് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറയാൻ പാടില്ലായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. കോൺഗ്രസിന് വേണമെങ്കിൽ പ്രചാരണത്തിൽ അത് ഉന്നയിക്കേണ്ടി വരും ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ അതിൽ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മ അതിൽ വ്യക്തമാവുകയാണ്. കാരണം BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ എടുക്കുന്ന ഒരു സമീപനം, അത് ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്കെടുക്കുന്ന ഒരു സമീപനം ഒരു രൂപത്തിലാവുകയും പിന്നീട് കോൺഗ്രസ് എന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറ്റൊരു നിലപാടാവുകയും ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പറയുന്നത് 36 സീറ്റാണ് ഭരിക്കാൻ വേണ്ടത്. ആ 36 സീറ്റിൽ എത്ര സീറ്റ് കിട്ടും? 8 MLA-മാർ ഇതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ചാക്കിട്ട് പിടിക്കാൻ സാധ്യമാണ് ആപ്പിൽ നിന്ന് കൂടുതൽ പേരെ എന്നൊരു തോന്നൽ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിരിക്കും. അവർക്ക്
സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഇത്തവണ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പോയതാണ് എന്ന് പറയുന്നു. പക്ഷേ എന്നാൽ പോലും ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒരു പക്ഷേ അങ്ങനെ തോന്നാമല്ലോ, ഇങ്ങനെ ഒരു നിലപാടില്ലാത്ത അല്ലെങ്കിൽ ആപ്പ് എന്ന പാർട്ടിയിൽ ഉറച്ചു നിൽക്കാത്തവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്നുള്ള തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഈ 42-ൽ താഴെ പോവുകയാണെങ്കിൽ BJP ചാക്കിട്ട് പിടുത്തത്തിലേക്ക് പോകും. അഥവാ ജയിച്ചാൽ തന്നെ ആപ്പ് ജയിച്ചാൽ തന്നെ 42-ൽ താഴെ പോവുകയാണെങ്കിൽ ചാക്കിട്ട് പിടുത്തത്തിലേക്ക് പോകുമെന്നുള്ള സൂചനകൾ ഒരു വശത്ത് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 70 മണ്ഡലങ്ങളിൽ പ്രചാരണം നല്ല ചൂടുപിടിച്ച് തന്നെ നടന്നിരിക്കുന്നു. പക്ഷേ ഏത് തരത്തിൽ പോകുമെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഈ സൗജന്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ 1200 എന്ന സൗജന്യം സ്ത്രീകൾക്ക് ആം ആദ്മി പാർട്ടി ഉറപ്പ് നൽകുമ്പോൾ ആ പണം കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പുറത്ത് കോൺഗ്രസും പറയുന്നുണ്ട്, BJPയും പറയുന്നുണ്ട്. പിന്നെ ആം ആദ്മി പാർട്ടി BJPക്കെതിരെ പറഞ്ഞൊരു കാര്യം, ഇതുവരെ കൊടുത്തിരുന്ന സൗജന്യങ്ങൾ BJP അധികാരത്തിൽ വന്നാൽ റദ്ദ് ചെയ്യും, അത് ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പോൾ BJP അവരുടെ പ്രചാരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല, നിലവിലുള്ള സൗജന്യങ്ങൾ ഞങ്ങൾ മാറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ വൈദ്യുതി സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ ആം ആദ്മി പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് BJP നിങ്ങളും സൗജന്യമാണോ നൽകുക എന്ന് നോക്കുമ്പോൾ അങ്ങനെയല്ല, LED വിളക്കുകളാണ് നൽകുക. അപ്പോൾ വൈദ്യുതി ചാർജ് സ്വാഭാവികമായി കുറയും എന്നാണ് BJP പറയുന്നത്. അപ്പോൾ അതൊക്കെ എത്രത്തോളം എടുക്കും എന്നുള്ളതാണ്. ഇനി പറയുന്ന 12 മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടർമാരാണ്. ആ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോകും? അവിടെ ഒവൈസി ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഭിന്നിച്ചു പോകാനുള്ള ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസിനാണ് സാധാരണഗതിയിൽ മുസ്ലിം വോട്ട് കിട്ടുക. ഈ ഡൽഹി കലാപ സമയത്തൊക്കെ കുറ്റകരമായ മൗനമായിരുന്നു കേജ്രിവാൾ എടുത്തിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെ മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിക്കുക, എവിടെ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചുകൊണ്ട് കരഞ്ഞു വിളിക്കുന്ന മുഖങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല, ആ കാലത്തെ ദൃശ്യങ്ങൾ. അതേപോലെ തന്നെയാണ് പൗരത്വ സമര സമയത്തും മറ്റൊരു രൂപത്തിൽ BJPയുടെ ബി പാർട്ടിയായി നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ തന്നെ കൃത്യമായി ആ സമയത്ത് കേജ്രിവാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഒരു വിഷയമാണ്. പക്ഷേ ചേരിയിലെ വോട്ടർമാർ, ഈ പറഞ്ഞ മാതിരി റിക്ഷാ തൊഴിലാളികൾ, അവരൊക്കെ തന്നെയാണ് ആം ആദ്മി പാർട്ടി എല്ലാ കാലത്തും തുണച്ചിട്ടുള്ളത്. അവർ ഈ സൗജന്യങ്ങൾ അവർക്ക് കൃത്യമായി ലഭിച്ചിരുന്നവരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട്, അവരുടെ ചികിത്സയ്ക്ക് സഹായം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ അവരുടെ മനസ്സിലുണ്ടാകും. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടില്ല എങ്കിലും ഈ പറഞ്ഞതുപോലെ ജയിക്കാൻ സാധ്യതയുണ്ട് ആം ആദ്മി പാർട്ടി. പക്ഷേ ജയിച്ചില്ല എങ്കിൽ പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ ഭാവി, കേജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി എല്ലാം തന്നെ തുലാസിലാകുന്നു. പോരാട്ടം കനക്കുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പോരാട്ടം കനക്കുമെന്നതിൻ്റെ സൂചനയാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. അതിൽ തീവാറി ക്യാമ്പയിൻ തന്നെയാണ് ഇതിൻ്റെ ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ്, ഇതുവരെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ചതിൻ്റെ പേരിൽ 1000 കേസുകളാണ് ദില്ലിയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 3 പാർട്ടികളുടെയും പരാതി അവിടെ നിൽക്കുന്നു. യമുന പോയ്സണിംഗ് തുടങ്ങി ക്ലൈമറ്റ് ചേഞ്ച് അടക്കം, അവിടുത്തെ എയർ പൊല്യൂഷൻ അടക്കം, ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനമില്ലായ്മയടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഡൽഹി തിരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത്. ഈ തിരഞ്ഞെടുപ്പിനെ ഞാൻ ഒട്ടേറെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആശയം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര കാലം നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ചോദ്യമാണ്. കാരണം ഇന്ന് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ഫ്രീബി പൊളിറ്റിക്സ്, നേരത്തെ പറഞ്ഞ റേവഡി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ജനപ്രിയ സുവിധാ പൊളിറ്റിക്സ് എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ആ ജനപ്രിയ സുവിധാ പൊളിറ്റിക്സ് എത്രത്തോളം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരു വോട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയമായി നിൽക്കും എന്നുള്ളൊരു വലിയ ചോദ്യം അതിൻ്റെ മുന്നിലുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, 2012 അണ്ണാ ഹസാരെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കഴുത്തിലൊരു മഫ്ലറും തൂക്കി ഷർട്ടുമിട്ടൊരു സാധാരണ സിവിൽ സർവീസിൽ നിന്ന് പുറത്തു വന്നൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ ജനസേവകനായി വരുന്നു എന്ന മുദ്രാവാക്യവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അന്ന് പ്രശാന്ത് ഭൂഷൺ, അരവിന്ദ് കെജ്രിവാൾ, യോഗേന്ദ്ര യാദവ്, ആശുതോഷ്, അങ്ങനെ ഒരു നീണ്ട നിര ഒരു വലിയ സ്വപ്നമായി മാറുകയായിരുന്നു. തെരുവിൽ നിന്നൊരു നേതാവിൻ്റെ ഉദയമാണ് നമ്മൾ കണ്ടത്. ഒരു സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലാളിത്യം എന്ന് പറയുന്നത് എന്താണ്, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, ജനസേവകൻ തുടങ്ങിയ വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് കേട്ടിരുന്നു 2012 തണുപ്പ് കാലത്ത്. ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ NT രാമറാവു കഴിഞ്ഞാൽ ഇത്രയും വേഗത്തിലൊരു പാർട്ടി രൂപീകരിച്ച് ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ അധികാരം പിടിക്കുക, അതും 99% ജനപിന്തുണയുമായി എന്നുള്ളതാണ്. സീറ്റും 67 സീറ്റാണ് 70 കിട്ടിയത് എന്ന് പറഞ്ഞാൽ 70 67 സീറ്റ് കിട്ടി. NT രാമറാവു 1982 തെലുങ്കുദേശം പാർട്ടി രൂപീകരിച്ച് 83 അധികാരം പിടിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഒരു നേതാവിനും അത് സാധിച്ചിട്ടില്ല. അതായത് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് തൊട്ടടുത്ത വർഷം അധികാരത്തിലേക്ക് ഇത്രയും വലിയ ജനപിന്തുണയോടുകൂടി വരിക, അതും ചുരുങ്ങിയ നാളുകൊണ്ടൊരു ദേശീയ നേതാവിൻ്റെ പ്രതിച്ഛായയിലേക്ക് വരിക. നമ്മൾ ആഗ്രഹിച്ചില്ലേ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ കേരളത്തിൽ പ്രചരണത്തിൽ
വികസനത്തിന് വരുമോ? ഇവിടെ കേരളത്തിൻ്റെ വിഷയം സംസാരിക്കാൻ ദില്ലിയിൽ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം സംസാരിക്കാൻ അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് ദില്ലിയിൽ. അപ്പോൾ ഒരു നാഷണൽ ഫിഗറായി അരവിന്ദ് കെജ്രിവാൾ മാറി. നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയ നേതാവായി അരവിന്ദ് കെജ്രിവാൾ മാറുമെന്ന ധാരണയുണ്ടാകത്തക്ക രീതിയിൽ മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ, ഹരിയാനയിൽ, അതേപോലെ ഗുജറാത്തിൽ ഒക്കെ ആം ആദ്മി പാർട്ടി അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയത്തിന് ഈ തിരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറെ പ്രധാനപ്പെട്ട കൗതുകം. നേരത്തെ ഇവിടെ ഈ ഫ്രീ ബി പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. ഈ രാഷ്ട്രീയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദില്ലിയിലെ വോട്ടർമാർ അത് തിരിച്ചറിയുമോ എന്നുള്ളതാണ്. 3 പാർട്ടിക്കാരും മത്സരിച്ച് ഫ്രീ ബി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. എന്താ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദില്ലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദില്ലിയിൽ ഈ ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ 4 കാരണങ്ങൾ പറയാം. ആം ആദ്മി പാർട്ടിയുടെ വലിയ ചലഞ്ചായി ഞാൻ മനസ്സിലാക്കുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പുഷില്ലായ്മ. അടിസ്ഥാന സൗകര്യങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമത്തെ ഭരണം എന്ന് പറയുന്നത് പിന്നാക്കമായിരുന്നു എന്ന് പരക്കെ ദില്ലിയിലൊരു ചർച്ചയുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? കാരണമുണ്ട്. 88,200 കോടി രൂപയാണ് ദില്ലിയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റിലെ 16,000 കോടി മാത്രമാണ് ഇത്തരം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. ബാക്കി പണം എങ്ങോട്ട് പോവുകയാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും മധ്യപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലെയും സ്വകാര്യ കമ്പനിക്ക് പോവുകയാണ്. ബാക്കി പണം എങ്ങോട്ട് പോവുകയാണ്? ക്ലീൻ വാട്ടർ ദില്ലിയെ സംബന്ധിച്ച് ഇപ്പോഴും ഹാഫ് പ്രോമിസാണ്. പകുതി വീടുകളിൽ മാത്രമേ അത് കൃത്യമായിട്ട് എത്തുന്നുള്ളൂ എന്നാണ്. ആ ക്ലീൻ വാട്ടറിന് വേണ്ടിയിട്ട് സർക്കാർ ചിലവാക്കുന്നു. മൊഹല്ല ക്ലിനിക്കുകൾ ഇന്നും ആം ആദ്മി പാർട്ടിക്ക് 10 വോട്ട് കിട്ടുന്നത് ഈ മൊഹല്ല ക്ലിനിക്കിൻ്റെ പേരിലാണ്. ആം ആദ്മി പാർട്ടിക്ക് 10 വോട്ട് കിട്ടുന്നത് അടിസ്ഥാന സ്കൂളുകൾ ഉണ്ടാക്കി എന്നതിൻ്റെ പേരിലാണ്. പക്ഷെ അവിടെയും ഒരു ഇൻകം പുഷ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 30-35 പേർ ഈ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ക്ലാസ്സിൽ ഇരിക്കേണ്ടതിന് പകരം 100-110 കുട്ടികൾ ക്ലാസ് മുറികളിൽ ഇരിക്കുന്ന ദില്ലി സ്കൂൾ ക്ലാസ്സുകളിലേക്ക് മാറുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടുന്ന മൂലധന ചെലവ് കണ്ടെത്താൻ ദില്ലി സർക്കാർ നന്നായി പാടുപെട്ട വർഷമാണ്, അല്ലെങ്കിൽ ടേമാണ് രണ്ടാം അരവിന്ദ് കെജ്രിവാളിൻ്റെ സർക്കാരിൻ്റെ കാലം. അത് എങ്ങനെ സംഭവിച്ചു? ജനപ്രിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി അടിസ്ഥാനമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇലക്ട്രിസിറ്റി പൈസയില്ല, ഇലക്ട്രിസിറ്റി പൈസ തിരിച്ചു വരുന്നുമില്ല. അതാണ് ആകെ 82,000 കോടി രൂപയുടെ ബഡ്ജറ്റിൽ 50% ഓഫ് ദി ബഡ്ജറ്റ് ഈ സൗജന്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതിന് BJP വന്നാലും അത് കോൺഗ്രസ് വന്നാലും ദില്ലി അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, ഇതിപ്പോൾ കർണാടകയിൽ ഫ്രീ ബി പൊളിറ്റിക്സ് കൊണ്ടുവന്നു, തെലങ്കാനയിൽ കൊണ്ടുവന്നു. ഈ അരവിന്ദ് കെജ്രിവാൾ കൊണ്ടുവന്ന ഒരു മാതൃക ഇന്ത്യ ഒന്നാകെ പടരുകയാണ്. ആ മാതൃക നിലനിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. പക്ഷേ ഒരു സർവേ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന 74% ജനങ്ങളും ഏറ്റവും കൂടുതൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ കാരണമായി പറയുന്നത് അവർക്ക് കിട്ടുന്ന ഈ വാഗ്ദാനങ്ങളിലെയും ഇളവുകളെയും നോക്കിയാണ്. യഥാർത്ഥത്തിൽ ഡൽഹി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്താണ്? ദില്ലിയിലെ വലിയ എയർ പൊല്യൂഷൻ ഇതുവരെയും പരിഹാരമായിട്ടില്ല. ദില്ലിയിലെ വലിയ ട്രാഫിക് ജാം ഇതുവരെയും പരിഹാരമായിട്ടില്ല. ക്ലീൻ വാട്ടർ പ്രശ്നം ഇതുവരെയും പരിഹാരമായിട്ടില്ല. യമുനയുടെ ക്ലീനിങ് ഇതുവരെയും നടന്നിട്ടില്ല. ഈ പ്രശ്നങ്ങൾക്കും അപ്പുറം ദില്ലി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2,100 കിട്ടും, 8,000 കിട്ടും. പൂജാരിമാർക്കും പുരോഹിതന്മാർക്കും 18,000 രൂപ കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഈ പദ്ധതികളെല്ലാം നോക്കൂ, അടിസ്ഥാന വർഗത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ ഇങ്ങനെയാണോ നിങ്ങൾ ശാക്തീകരിക്കേണ്ടതെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ പോയിന്റ് നമ്പർ 1, അടിസ്ഥാന സൗകര്യ വികസനം ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുഡ് ഗവേണൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഡൽഹിയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ആം ആദ്മി പാർട്ടിക്ക് വിനയായി തീരും. അതൊരു ആൻറ്റി ഇൻകംബൻസിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അരവിന്ദ് കെജ്രിവാൾ ആദ്യഘട്ടത്തിൽ എത്തുമ്പോൾ ഒരു പാർട്ടി സംഘടന ശക്തമാക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയല്ല ഈ പാർട്ടിയെ കൊണ്ടുവരുന്നത്. ഗാന്ധിയുടെ ആശയത്തിൽ പറഞ്ഞ ഒരു ജനസേവക് സമാജ് പോലെയാണ്, ഒരു NGO എന്ന നിലയിലാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. പിന്നീട് അതൊരു രാഷ്ട്രീയ പാർട്ടിയെ മാറുന്നത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുമ്പോഴും ആ പാർട്ടിയുടെ സംഘടനയെ ആ രീതിയിൽ ശക്തിപ്പെടുത്താൻ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞോ? അരവിന്ദ് കെജ്രിവാൾ ആദ്യം കൊണ്ടുവരുന്ന ഒരു വലിയ നീണ്ട നിരയുണ്ടല്ലോ. അണ്ണാ ഹസാരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് ഭൂഷൺ എവിടെയാ? യോഗേന്ദ്ര എവിടെയാ? അശുതോഷ് എവിടെയാ? ഇപ്പോൾ സ്വാതി മാലിവാൾ എവിടെയാ? അപ്പോൾ പല ആളുകളും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോൾഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരൊറ്റയാളിലേക്ക് മാത്രമായി പാർട്ടി സംവിധാനം ചുരുങ്ങി. മാത്രവുമല്ല, അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ സമയം ചെലവിട്ടത് ഈ മദ്യനയ അഴിമതി കേസ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. മനീഷ് സിസോദിയ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി, അരവിന്ദ് കെജ്രിവാൾ അകത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിനിടയിൽ പാർട്ടി ശക്തമാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ഇക്കുറി ഒരു വലിയ തിരഞ്ഞെടുപ്പിൽ അതിനെ മറികടക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളുടെ ഭാര്യമാരെ വെച്ചുകൊണ്ടാണ് ഈ പ്രചരണം നടക്കുന്നത്. ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. അത് BJP നടത്തുന്നുണ്ട്. എങ്കിൽ പോലും അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത്, ദാറ്റ് ഈസ് എ പോയിന്റ് നമ്പർ 2.
മറുഭാഗത്ത് RSS ആണ് അവിടെ BJPക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ നടത്തുന്നത്. അതേപോലെ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച മുസ്ലിം വോട്ട് ബാങ്ക് വളരെ പ്രൊമിനൻ്റ് ആണ്. 5 മണ്ഡലങ്ങളിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനതിനെ മുസ്തഫാബാദ് നഗറിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കഴിഞ്ഞ 2 ടേമിലായിട്ട് അവിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ വളരെ കൗതുകകരമായൊരു പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്. ആ വോട്ട് ഒന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയക്കുന്നതും ഇക്കുറി അരവിന്ദ് കെജ്രിവാളിന് ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ കാലിടറാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിന് പുറത്തായിരിക്കും. മുസ്തഫാബാദിലെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ 2020 ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചു വരുന്നത് 53% വോട്ടാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്നത്, യൂനിസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക്. പക്ഷേ 2015 ഈ മുസ്തഫാബാദിൽ വിജയിച്ചത് ആരാണെന്നറിയാമോ? 52% മുസ്ലിം വോട്ടുള്ള മുസ്തഫാബാദ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 2015 വിജയിച്ചത് BJP-യാണ്. വൈ? എന്തുകൊണ്ടാണ് BJP വിജയിച്ചത്? അന്ന് BJPക്ക് കിട്ടിയത് 35% വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിന് കിട്ടിയത് 31%. അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത് 30%. എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം വോട്ടുകൾ അവിടെ ഭിന്നിച്ചു പോയി മുസ്തഫാബാദിൽ. ഇത് മുസ്തഫാബാദിലെ മാത്രമല്ല, ഓഖലയിലുണ്ട്, സീലാംപൂരിലുണ്ട്, മാട്യമഹലിലുണ്ട്, ബല്ലിമാറനിലുണ്ട്. 6 മണ്ഡലങ്ങളിൽ ഡിസിസീവാണ്. ഇവിടെ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആരാണെന്നറിയാമോ? അസദ് ഉവൈസിയുടെ AMM. അവിടെ വോട്ടർമാരോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒവൈസിയാണോ അരവിന്ദ് കെജ്രിവാളിനെയാണോ നിങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തുന്നതിൽ താല്പര്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷഹീൻബാഗ് വിഷയം, തബ്ലീഗ്, കോവിഡ് വിഷയം, ഇതിലേക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാമർശങ്ങൾ, BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ആരോപണം, ഇതെല്ലാം അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദിസ് ഇസ് ദ തേർഡ് ഫാക്ടർ. ഈ മൂന്നാമത്തെ ഘടകം എന്നെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. 13% അവിടെയുള്ളൂ വോട്ടർ എന്ന് പറയുന്നത്. പക്ഷേ ആ 13% നിർണായകമായ, ഏറ്റവും നിർണായകമായ 6 മണ്ഡലങ്ങളുണ്ട്. 12 മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം വോട്ടർമാർക്ക് ഒരു കടുത്ത മത്സരം വരുമ്പോൾ വിജയികളെ തീരുമാനിക്കാൻ കഴിയും. ഒരു സ്പോയിലർ ആവാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ വോട്ട് ഭിന്നിച്ചു പോകുമോ അരവിന്ദ് കെജ്രിവാളിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക്? അവിടെ കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, BSP നിർത്തിയിട്ടുണ്ട് മുസ്ലിം കാൻഡിഡേറ്റിനെ. 67 മണ്ഡലങ്ങളിൽ BSP മത്സരിക്കുന്നുണ്ട്. അതേപോലെ SP കാൻഡിഡേറ്റിനെ നിർത്തുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഫാക്ടർ. 4ാമത്തെ ഫാക്ടറായി ഞാൻ മനസ്സിലാക്കുന്നത്, നിലവിൽ പോളിസി ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ്. ആ പോളിസി ദാരിദ്ര്യം, ഒരു വ്യക്തമായ നയമോ ഐഡിയോളജിയോ ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ആം ആദ്മി പാർട്ടി പറയുന്ന ഈ ഫ്രീ ബി പൊളിറ്റിക്സ്, റേവഡി പൊളിറ്റിക്സിനും അപ്പുറത്തേക്ക് BJP B ടീം എന്ന നിലയിലേക്ക് മാറുകയും ഒരു അപ്പീസ്മെൻറ്റ് പോളിറ്റിക്സും ഒരു ഇരവാദവും BJP ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പകരം എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കണം? ഇന്ത്യ മുന്നണിയിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത് ആ ഒരു പശ്ചാത്തലത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോളിസി പാരാലിസിസിനെ മറികടക്കാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമാവുന്നു. ജനങ്ങളുടെ മുന്നിൽ 2500 രൂപ, 8000 രൂപ, 18000 രൂപ എന്നിങ്ങനെ 3 വിഭാഗങ്ങൾക്കായിട്ട് കിട്ടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ആര് നൽകും എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഈ ശീഷ മഹൽ പോലെയുള്ള ക്യാമ്പയിനുകൾ ഫലം കണ്ടിട്ടില്ല. താഴെത്തട്ടിലുള്ള വോട്ടർമാരുടെയിൽ അത് വലിയ അഭിപ്രായം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദ്യനയ അഴിമതി കേസ്, അതും താഴെത്തട്ടിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായിട്ടില്ല. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ അവർ തൊട്ടടുത്ത് നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ സംബന്ധിച്ച് 2ാം അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അത്ര പെർഫോമിംഗ് ആയിരുന്നില്ല എന്നുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഫീലിംഗ് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതെ പോയതാണ്. 1. നമ്പർ 2, മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ കാണുന്നത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മുന്നോട്ട് വെച്ച ജനപ്രിയ സുവിധാ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമോ എന്നൊരു വലിയ ചോദ്യമാണ്. പോരാട്ടം കനക്കും. തീപാറുന്ന ക്യാമ്പയിനുകൾ നമ്മൾ കണ്ടു. ഇന്നും ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മോദിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. അതായത് പാർലമെൻറ്റിലെ തൻ്റെ പ്രസംഗം പോലും നരേന്ദ്രമോദി ദില്ലിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 33 ലക്ഷം വോട്ടർമാർ ദില്ലിയിൽ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ട്. 33 ലക്ഷം വോട്ടർമാർ. ആ 33 ലക്ഷം വോട്ടർമാർ ടാക്സ് പേയേഴ്സ് ആയിട്ടുണ്ട്. ആ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള സാലറീഡ് ആയിട്ടുള്ള ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവരുണ്ട്. അവരിൽ ഈ 12 ലക്ഷം എന്ന ടാക്സ് ഇളവ് അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണെന്ന് മനസ്സിലാക്കുന്നു. അത് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് 8-ാം തീയതി മാത്രമേ പ്രവചിക്കാൻ കഴിയൂ. കടുത്ത മത്സരമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നു. 40 മുതൽ 50 സീറ്റുകളുടെ ഉള്ളിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ലഭിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കേന്ദ്രത്തിൽ BJP, സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നൊരു നെറേറ്റീവ് ഇപ്പോഴും അവിടെ ശക്തമാണ്. കോൺഗ്രസ് കാര്യമായ ഇൻട്രോഡ് ഇത്തവണയും ഉണ്ടാക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പോരാട്ടം കനക്കുമോ എന്നാണ് ചോദ്യം. സുജയ.
പോരാട്ടം കനത്തു കഴിഞ്ഞു. മാത്രമല്ല പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്താണ്. അത് ഇനി പ്രത്യേകിച്ച് പോരാട്ടത്തിന്റെ ആവശ്യമില്ല. കനത്ത പോരാട്ടം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. 70 സീറ്റുകളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കണ്ടതുപോലെയുള്ള ഒരു ഈസി വാക്ക് ഓവർ അരവിന്ദ് കെജ്രിവാൾ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ദില്ലിയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വോട്ടെടുപ്പ് നാളെ നടന്ന് ശനിയാഴ്ച ഫലം വരുമ്പോൾ നാളത്തെ എക്സിറ്റ് പോൾസ് മുതൽ തന്നെ അതിന്റെ കൃത്യമായ ഫിഗേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും. 70-ൽ 60-ന് മുകളിലേക്ക് എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് അരവിന്ദ് കെജ്രിവാൾ തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലെസ് ദാൻ 60 ഒരു ഫിഗറിലേക്ക്, അതായത് കറന്റ് ഹോൾഡ് ചെയ്യുന്ന ഫിഗർ പോലും പറയാതെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മുൻ മുഖ്യമന്ത്രി പോകുന്നത് ആ തോൽവി മണത്തറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കോൺഗ്രസ് ഏറെക്കുറെ ഈ പോരാട്ടം വിട്ടമട്ടാണ്. കിട്ടിയാൽ ഭാഗ്യം എന്ന നിലയിലേക്ക് കോൺഗ്രസ് സ്വയം പരുവപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല സഖ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചത് ഏത് തരത്തിലാണ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ ഡിസോണസ്റ്റ് എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതിൻ്റെ, അതായത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വോട്ടർമാർ, അത് മധ്യവർഗത്തിലായാലും താഴെത്തട്ടിലായാലും ഡൽഹിയിലുണ്ട് എന്നത് മറന്നുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ആ പരാമർശം നടത്തിയത്. അതിൻ്റെ വിലയും അരവിന്ദ് കെജ്രിവാളിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ് ഷിഫ്റ്റ് ചെയ്ത് ആം ആദ്മി പാർട്ടിയിലേക്ക് വരികയും 2 തവണയും മികച്ച വിജയം ആം ആദ്മി പാർട്ടിക്ക് നൽകുകയും ചെയ്തത്. ഒപ്പം തന്നെ BJPക്ക് വോട്ട് ചെയ്തിരുന്ന ആളുകളും ആപ്പിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ആപ്പിൽ നിന്ന് തിരിച്ച് ആ വോട്ടർമാരെ തിരിച്ചു കൊണ്ടുവരാനായി BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിയുന്നുണ്ട് എന്നത് നമ്മൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമായി കാണുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ ചൂസ് ചെയ്യുന്ന അതേ ആളുകൾ തന്നെ നിയമസഭയാകുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ചൂസ് ചെയ്യുന്നു. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തെ ഒരു പ്രതിച്ഛായയില്ലാത്ത അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ഒരു പോരാട്ടം അതിഷി ഒരു വീക്കർ കാൻഡിഡേറ്റായി മാറുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും പല വിഷയങ്ങളിലും അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിന്ന് പോരാടുന്ന അതിഷിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കൽക്കാജിയിലടക്കം അതിഷിയുടെ റാലികൾക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിഷിയുടെ പ്രചാരണത്തിലുണ്ടായിരുന്ന ആൾത്തിരക്കിന്റെ കുറവ് അത് അരവിന്ദ് കെജ്രിവാളിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം അവിടേക്ക് നേരിട്ട് പ്രചാരണത്തിനായി കൽക്കാജിയിലെ വൈൻഡപ്പിന് തന്റെ ന്യൂഡൽഹി മണ്ഡലത്തിലല്ല കൽക്കാജിയിലേക്ക് തന്നെ അരവിന്ദ് കെജ്രിവാൾ പോയത്. മുഖ്യമന്ത്രി ആയി ഇരിക്കുന്ന അതിഷി മത്സരിക്കുമ്പോൾ അതിഷിക്ക് അവിടെ നേരിടേണ്ടി വരുന്ന തിരിച്ചടിക്ക് വലിയ ഹ്യൂജ് പ്രൈസ് കൊടുക്കേണ്ടി വരും എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പ്രതിച്ഛായൊന്നും മനീഷ് സിസോദിയയ്ക്കൊന്നും അവർ മത്സരിക്കുന്ന മണ്ഡലം മാറ്റിപ്പിടിച്ചാലും ആ പ്രതിച്ഛായൊന്നും ആ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി. അവിടെയൊക്കെയാണ് അമിത്ഷാ പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കേണ്ടത്. ഡൽഹിയുടെ തലവിധി മാറ്റുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയല്ല, അമിത്ഷായാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ നേരിട്ടിറങ്ങി കളം നിറഞ്ഞത്. ഈ പ്രചാരണ കാലയളവിൽ 27 ഡേയ്സ് ഓഫ് ക്യാമ്പയിൻ അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൃത്യമായി അമിത്ഷായുടെ ഒരു പൊളിറ്റിക്സ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ഹരിയാന, മഹാരാഷ്ട്ര പോലെ തന്നെ ഡൽഹിയും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ അത് ചെയ്തിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നത്. സ്ത്രീകൾ വോട്ട് ചെയ്യുകയും വീട്ടിലെ പുരുഷന്മാരോട് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയുകയും ചെയ്താൽ പാർട്ടിക്ക് 60 സീറ്റ് വരെ കിട്ടും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അതിന്റെ അർത്ഥം അരവിന്ദ് കെജ്രിവാൾ ഒരു ഷുവർ ബെറ്റിന് തയ്യാറാകുന്നില്ല എന്നത് കൂടിയാണ്. ഇവിടെയാണ് നേരത്തെ എടുത്ത കേസിനെ കുറിച്ച് പരാമർശിച്ചു. അത് വെറുതെയല്ല, പെരുമാറ്റച്ചട്ട ലംഘനത്തിനുള്ള കേസാണ് ഡൽഹി പോലീസ് എടുത്തിരിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായ അതിഷി പരസ്യ പ്രചാരണ സമയം കഴിഞ്ഞിട്ടും 10 വാഹനങ്ങളിൽ 70ഓളം പ്രവർത്തകരുമായി ഫത്തേ സിംഗ് മാർഗിൽ ഒത്തുകൂടി. മാത്രമല്ല അതിഷിയുടെ അനുയായി പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചതിനുമാണ് എടുത്തിരിക്കുന്ന കേസുകൾ. കാരണമില്ലാതെ വേട്ടയാടലിന്റെ ഭാഗമായി എടുത്ത കേസല്ല എന്നതാണ് അതിലെ വസ്തുത. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJP വേഴ്സസ് ആം ആദ്മി പാർട്ടി എന്ന തരത്തിലേക്ക് പോരാട്ടം ഇതിനകം തന്നെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പിക്ചറാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കോൺഗ്രസും കൂടിയുണ്ട്, ട്രയാങ്കുലർ ഫൈറ്റ് ആണ് എന്നൊക്കെ പറയുമെങ്കിൽ ഇത്തവണ കോൺഗ്രസ് വലുതായി പ്രചാരണ രംഗത്ത് തന്നെ രാഹുൽ ഗാന്ധി അടക്കം അദ്ദേഹത്തിന് പനിയായിരുന്നു എന്ന് പറയുന്നു. എങ്കിൽ പോലും അവസാനത്തെ ആഴ്ചയിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം വളരെ സജീവമായി പ്രചാരണത്തിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ ഡൽഹി കന്റോൺമെന്റ്, സരോജിനി നഗർ, ഗ്രേറ്റർ കൈലാഷ്, ഈ 3 സ്ഥലങ്ങളിലും മധ്യവർഗ വോട്ടർമാർ മാത്രം വിധി നിർണ്ണയിക്കുന്ന ഈ 3 സ്ഥലങ്ങൾ, ഈ 3 മേഖലകൾ, ഈ 3 മേഖലകളിലും 2020-ൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു. ആം ആദ്മി പാർട്ടി യഥാർത്ഥത്തിൽ വലിയ പ്രചാരണം നടത്തിയില്ല എങ്കിൽ പോലും ആ വോട്ടുകൾ മുഴുവൻ ആം ആദ്മി പാർട്ടിയിലേക്കാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന രീതിയിലായിരുന്നു. 2015-ന്റെ ഒരു തുടർച്ചയായി അവിടെ ഒരു വെല്ലുവിളി തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ ഈ മേഖലകളിലടക്കം മധ്യവർഗത്തിന്റെ ഒരു രാഷ്ട്രീയ മെയ്വഴക്കം എങ്ങനെയായിരിക്കും, അത് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അത് എത്രത്തോളം കൃത്യമാണ് എന്നത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്ന വേളയിൽ മാത്രമേ ഉറപ്പിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ 3 മേഖലയാണ് ഞാൻ എന്തായാലും ഉറ്റുനോക്കുന്നത്. മധ്യവർഗത്തിലൊരു ഷിഫ്റ്റ് കൃത്യമായി BJPയിലേക്ക് പൂർണ്ണമായും മാറുക എന്ന ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ബജറ്റ് അടക്കം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ താഴെത്തട്ടിലെ വോട്ടുകൾ
ആം ആദ്മി പാർട്ടിക്ക് നിൽക്കുകയും മേൽത്തട്ടിലെ വോട്ടുകൾ BJPയിലാണ് ഇതിനകം തന്നെ പോൾ ചെയ്തു വരുന്നത്. അതിൻ്റെ ഒരു രീതി അതാണ്. അതോടൊപ്പം ഈ മധ്യവർഗത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായും BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു നെക്ക് ടു നെക്ക് ഒരു വോട്ടിംഗ് ഫിഗറിലേക്ക് അല്ലെങ്കിൽ ഒരു സീറ്റ് ഫിഗറിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ കാണേണ്ടി വരിക. അതായത് 34-36 എന്ന രീതിയിലേക്ക് വന്നാലും അതിശയിക്കേണ്ടതില്ല. കോൺഗ്രസ് 0-യും 34 ഫോർ BJP ആൻഡ് 36 ഫോർ ആം ആദ്മി പാർട്ടി എന്ന രീതിയിലേക്ക് വന്നാലും അതിശയിക്കേണ്ടതില്ല. തിരിച്ചുമാകാനുള്ള ഒരു സാധ്യത ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത്തവണ എന്തായാലും 10-ൽ താഴെയുള്ള സീറ്റുകളായിരിക്കില്ല BJPക്ക് എന്നുള്ളതാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്സിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ 33 കോടിയുടെ വീട്, ചില്ലുകൊട്ടാരം, ശീഷ് മഹൽ എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണം ആവർത്തിക്കുന്നത് വെറുതെയല്ല. അതൊക്കെ വോട്ടർമാരുടെ മനസ്സിലേക്ക് ചെന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം ഡൽഹിയിലുള്ള ആളുകളോട് സംസാരിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ 70 മണ്ഡലങ്ങളിൽ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വെയിറ്റേജും ഇത്തവണ പ്രധാനപ്പെട്ട കാര്യമാണ്. അരവിന്ദ് കെജ്രിവാളിന് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പ്രതിച്ഛായ നഷ്ടം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ജനങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അവർക്കതെല്ലാം കുറേയൊക്കെ അതിൻ്റെ ഈ ശീഷ് മഹൽ അടക്കം ഈ ചിത്രങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ യമുന, പോയ്സണസ് യമുന എന്ന് പറയുന്ന ഒരു #, ക്യാമ്പയിനായി തന്നെ അവിടെ ഓടുന്നുണ്ട്. കുറേ ദിവസങ്ങളായി അത് തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്നത്. ഈ വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതും അതൊരു തെറ്റായ ചോയ്സായി പോയി കെജ്രിവാളിൻ്റേത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ ഡിസോണസ്റ്റ് എന്ന് ഒരു സഖ്യത്തിലൊപ്പം നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിയമസഭയിലേക്ക് വരുമ്പോൾ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവിനെ, ലോക്സഭയിലെ ഇന്ത്യ മുന്നണിയുടെ തന്നെ തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവാണല്ലോ ലോക്സഭയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി അങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു തെറ്റായി പോയി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിലടക്കം എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ജനവിധി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം വോട്ടർ സപ്രഷൻ ഉണ്ടാകും. അതായത് വോട്ടർമാരെ പിടിച്ചു വെക്കും, വോട്ടർമാരുടെ വോട്ടർ സപ്രഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തങ്ങൾക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തൽ ആം ആദ്മി പാർട്ടിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം 6 മണിക്ക് ശേഷമാണ് ആ പ്രതികരണം വന്നത്. അതൊരു മുൻകൂർ ജാമ്യം എടുക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വലിയ തിരിച്ചടി വരാൻ പോകുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചറിഞ്ഞു എങ്കിൽ അദ്ദേഹമാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപകൻ എന്ന് പറയുന്നത് തന്നെ അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന് തോൽവി മണത്ത് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. ആം ആദ്മി പാർട്ടി തകർച്ചയിലേക്കാണ് പോകുന്നത്. ആ തകർച്ചയുടെ ആഘാതം എത്രയായിരിക്കും എന്നത് വോട്ടർമാർ ഈ ദേശീയ താല്പര്യം മുൻനിർത്തി ലോക്സഭയിൽ വോട്ട് ചെയ്തതുപോലെയുള്ള വോട്ടിംഗ് പാറ്റേണിലേക്ക് വന്നാൽ തകർച്ചയുടെ ആഘാതം വളരെ വലുതായിരിക്കും. ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ടേമിൻ്റേതും അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ യമുന പോയ്സണസ് വാട്ടർ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ യമുന ശുചിയാക്കും, യമുനയിൽ ഇറങ്ങി കുളിക്കുമെന്ന് പറഞ്ഞ കെജ്രിവാൾ യമുനയുടെ തീരത്ത് നിൽക്കാൻ പോലും പറ്റുന്ന രീതിയിൽ യമുനയെ ആക്കിയിട്ടില്ല എന്ന ഒരു വസ്തുത കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു റോളുമില്ല എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. പോരാട്ടം കനത്തു കഴിഞ്ഞു. ആ പോരാട്ടത്തിൻ്റെ നിശബ്ദ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ വോട്ടർമാർ വിധി എഴുതാൻ പോകുന്നു. ഫലത്തിനായി കാത്തിരിക്കാം. നെക്ക് ടു നെക്കാണ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. 27 MLA-മാരെ ഇത്തവണ ടിക്കറ്റ് കൊടുത്തിട്ടില്ല അരവിന്ദ് കെജ്രിവാൾ. അതൊരു ഇൻകുംബൻസിയുടെ ഒരു ലക്ഷ്യം മാത്രമല്ല. പക്ഷേ ഇതിനെല്ലാത്തിനും അപ്പുറം നേരത്തെ പറഞ്ഞതാണ്, അരവിന്ദ് കെജ്രിവാളിന് ഒരു ഫേസ് ഉണ്ട് അവിടെ. ആം ആദ്മി പാർട്ടി, BJPക്ക് അവിടെ ഫേസ് ഇല്ല, അവിടെ കോൺഗ്രസിനും ഫേസ് ഇല്ല. അത് തന്നെയാണ് ഡൽഹിയിലെ ആളുകൾ ചോദിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി? നിങ്ങളുടെ ഫേസ് ആരാ പറയൂ എന്നാണ്. BJPക്ക് എടുത്തു കളിക്കേണ്ട ആളില്ല, കോൺഗ്രസിനും ആളില്ല, ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് താനും. അത് അരവിന്ദ് കെജ്രിവാൾ ആണ് താനും. അതാണ് മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഘടകമാകാൻ സാധ്യതയുള്ളത്. പോരാട്ടം കനക്കുമോ എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം പോരാട്ടം കനക്കും എന്ന് തന്നെയാണ്. Meet the editors.